കപ്പലണ്ടി വെച്ച് ഞാൻ 2 തരം അപ്പമാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് അപ്പവും ഒന്ന് വെള്ളയപ്പവും, കൂടെ ഒരു മുട്ടക്കറിയും ഉണ്ട്. ഇതിന് 2 ഗ്ലാസ് നല്ല വെളുത്ത പച്ചരിയും 1/2 ഗ്ലാസ് പച്ച കപ്പലണ്ടിയും കഴുകി കുതിരാൻ വെച്ചിരിക്കുക. എന്നിട്ട് കൂടെ 1 ഗ്ലാസ് വെള്ള അവൽ, നൈസ് അവൽ കുതിർത്ത് അരച്ചെടുക്കുക. അവൽ 1 മണിക്കൂർ മുമ്പ് കുതിർക്കാൻ വെച്ചാൽ മതി. നല്ല നൈസായിട്ട് അരയ്ക്കണം. എന്നിട്ട് ഉപ്പിട്ട് അടച്ച് വയ്ക്കുക. 8 മണിക്കൂർ വയ്ക്കുക. വച്ചിട്ട് നമുക്ക് അപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കാം. നല്ല മൊരിഞ്ഞ അപ്പമാണ്. ഈസ്റ്റോ തേങ്ങ ഒന്നും ചേർക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്തത് ദോശക്കല്ലിൽ വെള്ളയപ്പം ഉണ്ടാക്കുകയാണ്. അത് അടച്ചു വെച്ച് ചുട്ടെടുക്കുക. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. ഇനി മുട്ടക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കടുക്, വറ്റൽമുളക്, കറിവേപ്പില വഴറ്റി, 2 വെളുത്തുള്ളി അരിഞ്ഞത്, 3 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് വഴറ്റുക. വഴന്നു വരുമ്പോൾ 3 തക്കാളി, മീഡിയം സൈസിലെ 3 തക്കാളി ചതുര കഷ്ണങ്ങളായി അരിഞ്ഞ് അതിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് മസാലപ്പൊടികൾ ചേർക്കുക. 1 സ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, 1/4 സ്പൂൺ വീതം കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് വഴറ്റി എടുക്കുക. പച്ച മണം മാറുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമുക്ക് എത്ര ചാറ് വേണം അത്രയ്ക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്തത് മുട്ട വേണം. മുട്ട പുഴുങ്ങിയെടുക്കുക. എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങിയെടുത്ത് ഈ മുട്ടക്കറിയിലിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം അതിൽ ഒന്ന് ഏരി പിടിക്കുന്നത് വരെ വയ്ക്കാം. കീറി വേണമെങ്കിലും ഇടാം. മുട്ട 2ആയിട്ട് മുറിച്ചിടാം, കീറിയിടാം. ഈ മുട്ടക്കറി റെഡിയായി. അപ്പം കഴിക്കാൻ പോകുകയാണ്. 2 തരത്തിലുള്ള അപ്പവും മുട്ടക്കറി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക.